ാണ് മോരേ, അങ്ങനെയുള്ള ദിനിയാവാണടാ, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ദിനിയാവാണടാ. ഇത് ചതിയുടെ കൂടാരമാണടാ പൊന്നു മോരേ. കാരണം എന്തെന്നറിയോ? എപ്പോഴാണ് മരിക്കുകയെന്ന് പറയാൻ പറ്റൂല, ഏത് സമയത്താണെന്ന് മരിക്കുകയെന്ന് പറയാൻ പറ്റൂല. കാരണം എന്തേ? നിനക്ക് വേണ്ടി കുഴിക്കപ്പെടുന്ന ആറടി മണ്ണാകുന്ന പോളം പരിശുദ്ധമായ പൊൾമിനാർ പള്ളിയുടെ പള്ളിപ്പറമ്പിന്റെ ആറടി മണ്ണുണ്ടല്ലോ, ദൈനംദിനം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് പറയുന്നത് എന്തെന്നറിയോ? ഒന്നല്ല രണ്ടല്ല 5 തവണ വിളിച്ച് പറയുകയാ, യബ്ന ആദം തംശി അലാ വഹരി വമസീറുക ഫീ ബത്നി. എന്തോ ഒരു സന്തോഷമാണ്. മരണത്തെ മറന്നു നടക്കുന്ന മനുഷ്യ, ഭൗതിക ലോകത്തിന്റെ ആഡംബരങ്ങൾക്കൊത്തു തുള്ളി നടക്കുന്നവര്, ഭൗതിക ലോകത്തിന്റെ മേച്ചൽ പുറത്ത് അനാവശ്യങ്ങളും അനർത്ഥങ്ങളും വേണ്ടാധീനങ്ങളും ചെയ്തു നടക്കുന്ന എന്റെ പൊൾമിനാറുകാരാ, നിന്നോട് വിളിച്ചു പറയുന്നത് ആരാണെന്നറിയോ? നീ അറിയാതെ നിന്റെ പരിശുദ്ധമായ ഓരോരോ ജീവിതത്തിന്റെ നികല മേഖലകൾ ശ്രദ്ധിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി കുഴിക്കപ്പെടുന്ന, എപ്പോഴാണ് ഏത് സമയത്താണ് കുഴിക്കപ്പെടുക എന്ന് പറയാൻ പറ്റാത്ത പൊൾമിനാർ പള്ളിയുടെ പള്ളിപ്പറമ്പ് വിളിച്ചു പറയുന്നത് എന്തെന്നറിയോ? നടന്നോ പൊന്നുമോനെ, നടന്നു. ഭൗതിക ലോകത്ത് അല്ലാഹനെ മറന്നു, പള്ളിയെ മറന്നു, ഇബാദത്ത് മറന്നു, ഖുർആൻ മറന്നു, അല്ലാഹന്റെ ദുനിയാവിൽ ഓടി നടന്ന ചെറുപ്പക്കാരാ, വമസീറുക ഫീ ബത്നി. വരാനുണ്ടടാ ഒരു ദിവസം എന്റെ പള്ളയിലേക്ക്. പലരും ചോദിക്കാറില്ലേ, പൊൾമിനാറിൽ തെറ്റ് ചെയ്യുന്നവരെ കാണുമ്പോ, കുറ്റം ചെയ്യുന്നവരെ കാണുമ്പോ, വേണ്ടാധീനങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരെ കാണുമ്പോ, എന്തേ പടച്ചവൻ ഇങ്ങനെ അവനെ വെറുതെ കയറൂറി വിട്ടത്? എന്തേ ഇവനെ അല്ലാഹു വള്ളി ഇളക്കിയത്? എന്റെ പൊന്നുമോനെ, നീ ഖേദിക്കേണ്ടതില്ല. പടച്ചവൻ വള്ളി വിട്ടതല്ല, അവനെ കയറൂരി വിട്ടതല്ല. ദൈനംദിനം അവനോട് 5 തവണ വിളിച്ച്, എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് വേണ്ടി കുഴിക്കപ്പെടുന്ന ഖബർ പറയാണ്. രണ്ടാമതായി ഖബർ ഇന്നത്തെ ദിവസം പറഞ്ഞു, ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളോട് വിളിച്ചു പറയാണ്. ഇന്ന് ഈ മനോഹരമായ വിജ്ഞാന സദസ്സിലിരിക്കുന്നവരെ, അടുത്ത ദിവസം നിങ്ങൾ ഈ ദുനിയാവിൽ ബാക്കിയാവുമോ എന്നുള്ള ഉറപ്പുണ്ടോ? കാരണം ആ ഖബറാകുന്ന മണ്ണറ കൂട് വിളിച്ചുകൊണ്ട് പറയാ, ഭക്ഷണം കഴിച്ചു വന്നവരല്ലേ, സുഭിക്ഷമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നവരല്ലേ, ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഒരുപാട് പാർട്ടികളിലേക്ക്, ഒരുപാട് സൽക്കാരങ്ങളിലേക്ക് കടന്നുപോയി സുഭിക്ഷമായ ഭക്ഷണം ഭക്ഷിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഖബർ നിന്നോട് വിളിച്ചു പറയുന്നത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ആ ഖബർ പറയാണ്, സുഖിച്ചോ, ഭക്ഷിച്ചോ, സുഭിക്ഷമായി തിന്നോ, സുഭിക്ഷമായി കുടിച്ചോ മോനെ, വൈകാതെ എന്റെ പള്ളയുടെ ഉള്ളറയിലേക്ക് നീ കടന്നു വരുമ്പോ, ഒഴിപ്പിച്ച ഈ ശരീരത്തിന് ഉണ്ടല്ലോ പശുക്കൾ തിന്നാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി ഖബർ വിളിച്ചു പറയുന്നത് എന്തെന്നറിയോ? ഇന്ന് വിളിച്ചിട്ടുണ്ട്, ഇന്നലെ വിളിച്ചിട്ടുണ്ട്, നാളെ വിളിക്കുമോ ഇല്ല എന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെയുള്ള പൊൾമിനാറിന്റെ നിനക്ക് വേണ്ടി കുഴിക്കപ്പെടുന്ന 6 അടി മണ്ണ് വിളിച്ചു പറയാണ്, സന്തോഷിച്ച പോരെ, അട്ടഹസിച്ച മോരെ, ഭൗതിക ലോകത്താർത്തടംബരത്തോടുകൂടെ ജീവിച്ച മോരെ, ഈ സന്തോഷം ഒരുപാട് കാലം നിലകൊള്ളുന്നതല്ല, ഈ സന്തോഷം ഒരുപാട് കാലം നിലകൊള്ളുന്നതല്ല. ഒരു ദിവസം നീ വിഷമിക്കാനുണ്ടടാ, ഒരു ദിവസം നീ ടെൻഷൻ അടിക്കാനുണ്ടടാ. എന്നിട്ടും ആ ഖബറാകുന്ന മണ്ണറ കൂട് നാലാമതായി വിളിച്ചു പറയുന്നത് എന്തെന്നറിയോ? ഭൗതിക ലോകത്ത് പൊട്ടിച്ചിരിക്കുന്ന എന്റെ പെങ്ങളെ, സിനിമ സീരിയലുകളുടെ മുമ്പിൽ തപസ്സിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ ഭൗതിക ലോകത്ത് ഒരുപാട് എന്റർടൈൻമെന്റുകളെ കണ്ടുകൊണ്ട് ആസ്വദിക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, ഖബറാകുന്ന മണ്ണറ കൂട് ഇന്നും വിളിച്ചിട്ടുണ്ട്, ഇപ്പോഴും വിളിച്ചു പറയുന്നുണ്ട്. ചിരിക്കാനുള്ളതല്ല പോരെ, പുഞ്ചിരിക്കാനുള്ളതല്ല പോരെ, ഭൗതിക ലോകത്ത് ഒരുപാട് രസിക്കാനുള്ളതല്ല പോരെ, എന്റെ ഖബറിന്റെ ഉള്ളറയിൽ വന്ന് നീ പൊട്ടിക്കരയാനുണ്ടടാ. അഞ്ചാമതായി ഖബർ പറയുകയാണ്,